السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الحيم هذا نزلهم يوم الدين. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 56-ാം അധ്യായം സൂറത്തുൽ വാഖിഅയിലെ 40 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 41 മുതൽ 56 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. അന്ത്യനാളിൽ 3 വിഭാഗമായിട്ടാണ് അവിടെ ഹാജരാക്കപ്പെടുക എന്നും അതിലേറ്റവും ഉന്നതമായ വിഭാഗം സാബിഖീങ്ങളാണ്. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം നേടിയവരാണ്. ആ സാബിഖീങ്ങളാകുന്ന ആളുകൾക്ക്, മുൻകടന്നു പോയ ആളുകൾക്ക് അള്ളാഹു നാളെ സ്വർഗത്തിൽ തയ്യാറാക്കപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിച്ച ശേഷം അസ്ഹാബുൽ യമീനിനെ കുറിച്ച്, ആ സാബിഖീങ്ങളുടെ തൊട്ടു താഴെയുള്ള സ്വർഗത്തിൽ എത്തിപ്പെടുന്ന വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു. 41-ാമത്തെ ആയത്ത് മുതൽ 3-ാമത്തെ വിഭാഗമാകുന്ന അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാരാകുന്ന ആളുകളെക്കുറിച്ച്, അഥവാ ഏറ്റവും നിർഭാഗ്യവാന്മാരായ നരകത്തിന്റെ ആളുകളായ ആളുകളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ശിക്ഷാമുറകളെക്കുറിച്ചുമൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അസ്ഹാബു ഷിമാലിൽ നിന്ന്, അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷകളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക. അള്ളാഹു അതിൽ നിന്ന് നമ്മെ ഏവരെയും, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വഅസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ. വഅസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാർ. മാ, എന്താണ് അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാർ. ഇടതുപക്ഷക്കാരാകട്ടെ, എന്താണ് ഈ ഇടതുഭാഗക്കാർ? അവരുടെ അവസ്ഥ വളരെ വേദനാജനകം തന്നെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ആ ഇടതുഭാഗക്കാരായ അസ്ഹാബു ഷിമാലിനെ കുറിച്ച്, അവർക്ക് നൽകുന്ന ശിക്ഷകളെ കുറിച്ച്, അവരെവിടെയാണ് നാളെ പരലോകത്തിൽ ഉണ്ടാവുക എന്നൊക്കെയാണ് പറയുന്നത്. ഫീ സമൂമിൻ വഹമീം. ഫീ സമൂമിൻ, വിഷക്കാറ്റിലാണ് അവർ ഉണ്ടാവുക. വിഷക്കാറ്റിലാണ്, ഉഷ്ണക്കാറ്റിലാണ് അവർ ഉണ്ടാവുക എന്ന് മാത്രമല്ല, സമൂം എന്ന് പറഞ്ഞാൽ രോമത്തിന്റെ ഉള്ളിലൂടെ പോലും തുളച്ചു ചെല്ലുന്ന ഒരു ശക്തമായ വിഷക്കാറ്റിലാണ് അവർ ഉണ്ടാവുക. വഹമീം, ചുട്ടു തിളക്കുന്ന ചൂടേറിയ വെള്ളത്തിലും.
അപ്പൊ ഉഷ്ണക്കാറ്റിലും ചുട്ടു തിളക്കുന്ന വെള്ളത്തിലുമാണ് അസ്ഹാബു ശിമാൽ ഉണ്ടാവുക. വളില്ലിം മിൻ യഹ്മൂം. വളില്ലിം, തണലിലാണ് അവർ ഉണ്ടാവുക, അവർക്കും തണലുണ്ടാവും. വിശ്വാസികളാകുന്ന ആളുകളുടെ അസ്ഹാബുൽ യമീനിന്റെ തണലുകളെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. വല്ലാത്ത ഒരു സുഖം കിട്ടുന്ന തണലാണത്. എന്നാൽ അസ്ഹാബു ഷിമാലിനും തണലുണ്ട്. നരകത്തിലെത്തിയാൽ അവർക്കും തണലുണ്ട്. പക്ഷേ അവരുടെ തണൽ എങ്ങനെയുള്ള തണലാണ്? മിൻ യഹ്മൂം. ഇരുണ്ട പുകയാലുള്ള തണലാണ് അവർക്കുണ്ടാവുക. ഇരുണ്ട പുകയാലുള്ള തണലാണ് അവർക്കുണ്ടാവുക. ലാബാരിദിം വലാ കരീം. അത് തണുപ്പല്ലാത്ത ബർദ് തണുപ്പ്. ലാബാരിദിൻ, അതൊരിക്കലും അവർക്ക് ഒരു തണുപ്പ് നൽകുകയില്ല. വലാ കരീം, ഒരു മാന്യമായതുമല്ലാത്ത, മാന്യമായതോ തണുപ്പോ മാന്യതയോ നൽകാത്ത, ഒരു സുഖവും നൽകാത്ത തണലാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിശ്വാസികളാകുന്ന ആളുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾക്ക് അവിടെ തണലുണ്ടാകുമെന്നും ആ തണല് കരിമ്പുകയുടെ ഇരുണ്ട തണലായിരിക്കും എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മറ്റൊരു സൂറത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇൻതലഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഓ സത്യനിഷേധികളെ, നിങ്ങൾ എന്തൊന്നിനെയായിരുന്നുവോ നിഷേധിച്ചു തള്ളിയിരുന്നത്, അതിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. നരകത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. ആ നരകത്തിനെ നിഷേധിച്ചവരായിരുന്നുവല്ലോ, കളവാക്കിയവരായിരുന്നില്ലേ നിങ്ങൾ? പോകുക നിങ്ങൾ അതിലേക്ക്. തുടർന്നുള്ള പറയുന്നത്, അവരോട് പറയും, ഇൻതലഖൂ, നിങ്ങൾ പോവുക, ഇലാ ളില്ലിൻ ദി സലാസി ശുഅബ്, 3 ശാഖകളുള്ള ഒരു തരം തണലിലേക്ക് നിങ്ങൾ പോവുക. നരകത്തിൽ നിന്ന് ശാഖകളായി പിരിഞ്ഞു ഉയരുന്ന കരിമ്പുകയുടെ നിഴലിനെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ആ കരിമ്പുകയുടെ ആ നിഴലിലേക്ക് നിങ്ങൾ പോവുക. ലാ ളലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്. അതൊരിക്കലും അവർക്ക് തണൽ നൽകുകയില്ല. തീ ജ്വാലയിൽ നിന്നുള്ള സംരക്ഷണം അവർക്ക് നൽകുകയും ഇല്ല. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ. തീർച്ചയായും ആ നരകം വലിയ കെട്ടിടം പോലെ ഉയരമുള്ള തീ പൊരിതെറിപ്പിച്ചു കൊണ്ടിരിക്കും. കഅന്നഹു ജിമാലത്തുൻ സുഫുർ. ആ തീപ്പൊരി മഞ്ഞ നിറമുള്ള ഒട്ടകങ്ങളെ കൂട്ടങ്ങളെ പോലെയായിരിക്കും എന്നൊക്കെ അല്ലാഹു തആല മറ്റു പല ആയത്തുകളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതായിരുന്നാലും അസ്ഹാബു ശിമാലുകളാകുന്ന ആളുകൾ, അവർക്ക് തണലുണ്ടാകും. പക്ഷേ ഇരുണ്ട കഠിനമായ പുകയാകുന്ന തണലാണ് അവർക്കുണ്ടാവുക. അതൊരിക്കലും തണുപ്പുള്ളതോ മാന്യതയുള്ളതോ ആയിരിക്കുകയില്ല. ആ തണലിൽ അവർ ഉണ്ടാവും. തുടർന്ന് അല്ലാഹു പറയാ, ഇന്നഹും കാനൂ ഖബല ദാലിക മുതറഫീൻ. ഇന്നഹും, തീർച്ചയായും അസ്ഹാബു ശിമാൽ, ആ ഇടതുഭാഗക്കാർ, അവർ ആയിരുന്നു. ഇന്നഹും കാനൂ, തീർച്ചയായും അവരായിരുന്നു. ഖബല ദാലിക, അതിന്റെ മുമ്പ്, അഥവാ ദുന്യവിയായ ജീവിതത്തിൽ, മുതറഫീന, ആഡംബരം നൽകപ്പെട്ടവരായിരുന്നു. സുഖലോലുപതയിൽ ആറാടി ജീവിച്ചവരായിരുന്നു. സത്യവും അസത്യവും നോക്കാതെ, ഹറാമും ഹലാലും നോക്കാതെ, വിശുദ്ധ ഖുർആനിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും കൽപ്പനകൾക്ക് അതിനൊരു മുഖവിലക്കെടുക്കാതെ താന്തോന്നികളായി ആഡംബര ജീവിതം നയിച്ചവരായിരുന്നു ദുനിയാവിൽ അവർ. അതാണ് അവർക്ക് ഇവിടെ ഈ ഒരു ശിക്ഷ കിട്ടാൻ കാരണം. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം. അവര് ദുനിയാവിൽ സുഖലോലുപന്മാരായിരുന്നു. വകാനൂ, അവരായിരുന്നു, യുസിറൂന, അവര് ഷടിച്ചു നിൽക്കുന്നവരായിരുന്നു, അലൽ ഹിൻസ്, കുറ്റത്തിൽ, അൽ അലീം, വമ്പിച്ച കുറ്റത്തിൽ, തെറ്റുകളിൽ അവർ ഷടിച്ചു നിൽക്കുന്നവരായിരുന്നു. അതാണ് അവർക്ക് ഇത് കിട്ടാൻ കാരണം. ഹറാമുകളിലും അതുപോലെ ശിർക്കുകളിൽ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിൽ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിൽ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും കൊടുക്കുന്നതിൽ, അങ്ങനെ വമ്പിച്ച മഹാ അപരാധമാകുന്ന തെറ്റുകളിലും കുറ്റങ്ങളിലും അവർ ഷടിച്ചു നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ നരകത്തിൽ അവർ എത്തി എന്നാണ് അള്ളാഹു തആല പറയുന്നത്. വെറുതെ നരകത്തിലെത്തിയതല്ല എന്നർത്ഥം. വീണ്ടും അല്ലാഹു പറയാ, വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. ആ അസ്ഹാബു ശിമാലുകൾ, ആ ഇടതുഭാഗക്കാരാകുന്ന ആളുകൾ ദുനിയാവിൽ തെറ്റുകുറ്റങ്ങളിൽ ഷടിച്ചു നിന്നവരായിരുന്നു. അവർ ദുനിയാവിൽ സുഖലോലുപന്മാരായി ജീവിച്ചവരായിരുന്നു. മാത്രവുമല്ല, അവരുടെ നിലപാട്, വകാനൂ, അവരായിരുന്നു, യഖൂലൂന, പറയുന്നവരായിരുന്നു, വകാനൂ യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു. എന്താ പറയാ? അഇദാ മിത്നാ, ഞങ്ങൾ മരിച്ചാലോ, വകുന്നാ, ഞങ്ങൾ ആവുകയും ചെയ്യുമോ, തുറാബൻ, മണ്ണാവുകയും ചെയ്യുമോ, വഇളാമൻ, അസ്ഥികളും ഞങ്ങൾ മരിക്കുകയും മണ്ണും എല്ലുകളും ആയി തീരുകയും ചെയ്തിട്ട്
വീണ്ടും ഞങ്ങളോ ലമബ്ഊസൂന എഴുന്നേൽപ്പിക്കപ്പെട്ടവരാകും എന്നാണോ? ഇതാണ് അവരുടെ ചോദ്യം. ഞങ്ങൾ മരിച്ച് ദുനിയാവിൽ നിന്ന് പോയി മരണപ്പെട്ടു, ഞങ്ങളുടെ ശരീരമെല്ലാം മണ്ണായി തീർന്നു, എല്ലായി തീർന്നതിന് ശേഷം വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പോ, വീണ്ടും ഒരു ജീവിതമോ അതൊക്കെ ഉണ്ടാവോ എന്ന് സംശയിക്കുകയും അങ്ങനെ സംശയിച്ചതിനെ തള്ളിക്കളയുകയും ചെയ്തവരായിരുന്നു അവർ. അതുകൊണ്ടാണ് അവർ ഈ നരകത്തിലെത്തിയത് എന്ന് അല്ലാഹു തആല കാരണം പറയാ. വെറുതെ എത്തിയതല്ല. തോന്നിവാസങ്ങളിലും തെറ്റുകളിലും കുറ്റങ്ങളിലും ആഹ്ലാദങ്ങളിലും സുഖാഡംബരങ്ങളിലുമായി അള്ളാഹുവിനെ മറന്നവർ ജീവിച്ചു, പരലോകത്തെ അവർ നിഷേധിച്ചു. അതാണ് അവർ ഇവിടെ എത്താനുള്ള കാരണം എന്ന് അല്ലാഹു പറയും. വീണ്ടും അവർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാക്കളോ, അൽ അവ്വലൂന പൂർവീകന്മാരായ പിതാക്കള്, ആദം നബി മുതൽ ഇതുവരെയുള്ള പൂർവീകരായ ധാരാളം പിതാക്കന്മാർ, മുൻഗാമികളാകുന്ന ആളുകൾ ഞങ്ങളെപ്പോലെ മരണപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ മണ്ണിനടിയിലാണ്. അവര് മണ്ണോട് ചേർന്ന് പോയവരാണ്. അവർ വെറും അസ്ഥികൂടങ്ങൾ മാത്രമായി മാറിയവരാണ്. ഞങ്ങളെയും ആ പൂർവ്വ പിതാക്കന്മാരെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, വീണ്ടും അവർക്ക് പുനർജന്മം നൽകും എന്നാണോ പറയുന്നത് എന്ന സംശയം പ്രകടിപ്പിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞേക്കുക അവരോട്, ആ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളോട് പറഞ്ഞേക്കുക എന്ത്? ഇന്നൽ അവ്വലീന, തീർച്ചയായും ആദ്യമുള്ളവർ, വൽ ആഖിരീന, പിന്നീട് ഒടുവിലുള്ളവരും. ആദ്യക്കാരും അവസാനക്കാരും, ആദം നബി മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആളുകളും, ഇന്നൽ അവ്വലീന വൽ ആഖിരീന, പൂർവികരും പിന്നീടുള്ളവരുമെല്ലാം, ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. അവരോട് പറഞ്ഞേക്കുക എന്താണ്? ഈ നിഷേധികളാകുന്ന ആളുകളോട്, ആദ്യക്കാരും അവസാനക്കാരുമാകുന്ന എല്ലാ ആളുകളും ലമജ്മൂഊന, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇലാ മീഖാത്ത്, നിശ്ചിതമായ സമയത്തേക്ക്, യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസമാകുന്ന നിശ്ചിതമായ സമയത്തേക്ക് അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. ഒരാളും അവിടെ വരാതിരിക്കുകയില്ല, ഒരാളെയും പുനർജീവിപ്പിക്കാതിരിക്കുകയില്ല. ആദ്യവും അവസാനവുമുള്ള സർവ്വ മനുഷ്യരും സർവ്വ ആളുകളും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനത്തെ ഒരു ദിവസമുണ്ട്, അറിയപ്പെട്ട ഒരു ദിവസമുണ്ട്, നിശ്ചിതമായ ആ സമയത്ത് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് അവരോട് പറഞ്ഞേക്കുക. ثم إنكم أيها الضالون المكذبون. ثم إنكم, പിന്നെ തീർച്ചയായും നിങ്ങൾ, അയ്യുഹല്ലാലൂൻ, സുമ്മ പിന്നെ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, അയ്യുഹല്ലാലൂന, ഓ വഴിവിഴച്ച സമൂഹമേ, വഴിവിഴച്ചവരെ, അൽ മുകദ്ദബൂൻ, വ്യാജമാക്കുന്ന കളവ് പറയുന്നവരായ വഴിവിഴച്ചവരായ സമൂഹമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടുന്ന ശിക്ഷയെ വീണ്ടും അള്ളാഹു വിശദീകരിക്കുകയാണ്. ഈ വല്ലാത്ത ചൂടുള്ള ഒരു നിലക്കും അവർക്ക് ഏതെങ്കിലും സമാധാനമോ രക്ഷയോ സുഖമോ നൽകുന്ന ഒരു തണലായിരിക്കുകയില്ല. അത്തരം ഒരു തണല് അവർക്ക് വിരിച്ചു കൊടുക്കപ്പെടും. ആ തണലിലേക്ക് മാറി നിൽക്കാൻ അവരോട് ആവശ്യപ്പെടും. അതിന്റെ കാരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി ആ അറിയപ്പെട്ട നിശ്ചിതമാകുന്ന ആ ദിവസം വീണ്ടും അവരോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? വ്യാജവാദികളും ദുർമാർഗികളുമായ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല അസ്ഹാബു ശിമാലിനോട് പറയാ. എന്ത്? ലആകിലൂന മിൻ ശജരിൻ മിൻ സക്കൂം. ലആകിലൂന, അവർ തിന്നുന്നവർ തന്നെ, അവർ ഭക്ഷിക്കുന്നവർ തന്നെ. എന്താണ് അവർക്ക് നൽകുന്ന ഭക്ഷണം? മിൻ ഷജർ, ഒരു തരം വൃക്ഷത്തിൽ നിന്ന് അവർ തിന്നും. ഒരു തരം വൃക്ഷത്തിൽ നിന്ന് അവർ തിന്നുന്നതാണ്. മിൻ സക്കൂം, സക്കൂമിനാലുള്ള, സക്കൂമാകുന്ന വൃക്ഷത്തിൽ നിന്ന് അവർ തിന്നുന്നവരാകുന്നു. അല്ലാതെ വയറു വിശക്കും. ആ സമയത്ത് അവർക്ക് ഭക്ഷണം നൽകും. അവിടെ വിശ്വാസികളാകുന്ന ആളുകൾക്ക് തണലുണ്ട്, അത് സുഖം നൽകുന്നതാണ്. അതേ പ്രകാരം ഇവർക്കും തണലുണ്ട്. പക്ഷേ അതൊരിക്കലും അവർക്ക് തണലേകുന്നതല്ല, അവർക്ക് ദുഃഖമാണ്, അതുകൊണ്ട് പ്രയാസമാണ് ഉണ്ടാവുക. സത്യവിശ്വാസികളാകുന്ന അസ്ഹാബുൽ യമീനിന് ഭക്ഷണമുണ്ട്, വിവിധങ്ങളായ ഭക്ഷണങ്ങളുണ്ട്, ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. അതേ പ്രകാരം അസ്ഹാബു ശിമാലിനും ഭക്ഷണമുണ്ട്. അവർക്കുള്ള ഭക്ഷണം എന്താണ്? ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, സഖൂമാകുന്ന വൃക്ഷത്തിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നിട്ടോ ഫമാലിഊന മിൻഹൽ ബുതൂൻ, ഫമാലിഊന, അവർ നിറക്കുന്നതാണ്.
ആ ഭക്ഷണം, ആ മുള്ളങ്ങ് കിട്ടുന്ന സമയത്ത് സക്കൂമിൽ നിന്ന് അവർ വയറ് നിറക്കും. ആ സക്കൂമിൽ നിന്ന് അവർ വയറ് നിറക്കും. അൽബുത്തൂൻ, അവരുടെ വയറുകളെ അവർ നിറക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം സക്കൂമായിരിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സക്കൂമിനെ കുറിച്ച്. ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ, തീർച്ചയായും അതിനെ നാം അക്രമകാരികൾക്ക് ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. ആ ഭക്ഷണം അക്രമകാരികളാകുന്ന ആളുകൾക്ക് ശക്തമായ ഒരു പരീക്ഷണമാണ്. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, നരകത്തിന്റെ അടിയിൽ മുളച്ചു പൊങ്ങുന്ന ഒരു വൃക്ഷമാണ് സക്കൂം. എന്നിട്ടോ അതിന്റെ കുല പിശാചുക്കളുടെ തല പോലെയായിരിക്കും. അതിലുള്ള കുലകൾ, അതിലുള്ള പഴങ്ങൾ പിശാചിന്റെ തല പോലെയായിരിക്കും. തീർച്ചയായും അവർ അതിൽ നിന്ന് തിന്ന് അതിൽ നിന്ന് അവർ തിന്ന് വയറ് നിറക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് വിശദീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും അവർക്ക് സക്കൂം എന്ന ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. പിന്നെയോ അവർക്ക് വെള്ളമുണ്ട്. വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഐനാനി തജ്രിയാൻ, വിവിധങ്ങളായിരിക്കുന്ന പാനീയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ അസ്ഹാബുൽ യമീനെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലാഹു തആല അവർക്ക് പാനീയമുണ്ട്. എന്നാൽ അതേ പ്രകാരം അസ്ഹാബു ഷിമാലിനും എന്തുണ്ട്? പാനീയമുണ്ട്. ആ പാനീയം എങ്ങനെയുള്ളതാണ്? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, ഫശാരിബൂന എന്നിട്ട് കുടിക്കുന്നവരാണ്, അലൈഹി അതിനുമീതെ, ഇതിന് ആ സക്കൂം എന്ന് പറയുന്ന അതിശക്തമായ ആ ഭക്ഷണത്തിനു മീതെ അവർ കുടിക്കുന്നതാണ്. മിനൽ ഹമീം, ഹമീമിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. അതിനു മീതെ ചുട്ടു തിളക്കുന്ന വെള്ളം, ഹമീം അതിശക്തമായ പതച്ചു പൊങ്ങുന്ന ചുട്ടു തിളക്കുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നവരായിരിക്കും അവർ. ദാഹിച്ചവശരാകുമ്പോ ആ ഹമീം എന്ന വെള്ളം അവർ കുടിക്കും. ഫശാരിബൂന ശുർബൽ ഹീം, ഫശാരിബൂന അപ്പോൾ അവർ കുടിക്കുന്നവരാണ് ഷുർബൽ ഹീം, ദാഹം പിടിപെട്ട ഒട്ടകം കുടിക്കുന്നത് പോലെ. ദാഹിച്ച് അവശരായ ഒട്ടകം എങ്ങനെയാണോ കുടിക്കുക, അത്രത്തോളം ആവേശത്തോടുകൂടെ വലിച്ചവർ എന്ത് ചെയ്യുന്നതാണ്? അത് കുടിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു കാക്കുമാറാവട്ടെ. അല്ലാഹു പറയുന്നില്ലേ, ثم إن لهم عليها لشوبا من حميم, ആ സക്കൂമിൽ നിന്ന് അവർക്ക് തിന്നാൻ കൊടുക്കും. അത് തിന്നവർ വയറ് നിറക്കും. പിന്നീട് അതിനു മീതെ ചുട്ടു തിളക്കുന്ന വെള്ളത്തിന്റെ ഒരു ചേരുവയുമുണ്ട്. തീർച്ചയായും അവരുടെ മടക്കം നരകത്തിലേക്ക് തന്നെയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരായത്തിൽ, മറ്റൊരു സൂറത്തിൽ അല്ലാഹു സക്കൂമിനെ കുറിച്ച് പറഞ്ഞത്, അത് സക്കൂം വൃക്ഷം പാപികളുടെ ഭക്ഷണമാണ്. അത് ഉരുകിയ ലോഹം പോലെയായിരിക്കും. ചുടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ അത് വയറുകളിലേക്ക് ആ ഭക്ഷണം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അത് തിളച്ച് മറിയുന്നതാണ്. ചൂടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ അത് വയറുകളിൽ തിളച്ചു മറിയും. അവനെ പിടിക്കുവീൻ, അവനെ പിടിക്കൂ, എന്നിട്ട് ജ്വലിക്കുന്ന നരകത്തിന്റെ നടുവിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകൂ എന്നവരോട് പറയും. പിന്നീട് അവന്റെ തലക്ക് മീതെ ചുട്ടു തിളക്കുന്ന വെള്ളത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുവീൻ എന്നവരോട് പറയും. നീ ഇതൊന്ന് രുചിക്കുക, ഇതൊക്കെ നീ അനുഭവിക്കേണ്ടവനാണ്, നീ തന്നെയാണ് അജയ്യനും മാന്യനും എന്ന് അവനോട് പറയപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്ന ഹാദാ മാ കുൻതും ബിഹി തംതറൂൻ, ഇത് നിങ്ങൾ സംശയിച്ചു കൊണ്ടിരുന്നതിന്റെ ശിക്ഷയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്ന. അപ്പോൾ അവർക്ക് അവിടെ സക്കൂം എന്ന ഭക്ഷണമാണ്, ഹമീം എന്ന് പറയുന്ന അതികഠിനമായ ചുട്ടു തിളക്കുന്ന, അതങ്ങ് കുടിച്ചാൽ, അതങ്ങ് ഭക്ഷിച്ചാൽ അവരുടെ വയറ് മുഴുവനും പതച്ചു പൊങ്ങുന്ന, തിളച്ചു മറിയുന്ന ആ രീതിയിലുള്ള ശിക്ഷയാകുന്ന ഭക്ഷണവും വെള്ളവുമാണ് അവിടെ കൊടുക്കുക. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഹാദാ നുസുലുഹും, ഇത് അവരുടെ സൽക്കാരമാണ്, ഇത് അവർക്ക് നൽകുന്ന ആതിഥ്യമാണ്. യൗമദ്ദീൻ, പ്രതിഫല നടപടി എടുക്കുന്ന ദിവസത്തിൽ അവർക്ക് നൽകുന്ന ഇടതുപക്ഷക്കാരുടെ സൽക്കാരം ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ ഹാദാനുസുലുഹും ഒരു പരിഹാസമായിട്ടാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ച്, പരലോകത്തെ നിഷേധിച്ച്, മരണാനന്തര ജീവിതം ഇനി ഒരു ജീവിതമുണ്ടോ എന്നതിനെ അതിനെ ശങ്കിച്ച്, സംശയിച്ച് തോന്നിവാസികളായി, താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷാ മുറകളെ കുറിച്ച്, അവർക്ക് നൽകുന്ന ഭക്ഷണത്തെ കുറിച്ച്, അവർക്ക് നൽകുന്ന പാനീയത്തെ കുറിച്ച് അതിശക്തമായ ശിക്ഷയാണതെന്നും അത് വലിയ പരീക്ഷണമായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്നത് ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇതാണ് പ്രതിഫല നടപടിയുടെ ദിവസം ആ ഇടതുപക്ഷക്കാരാകുന്ന ആളുകൾക്ക് നൽകുന്ന സൽക്കാരം എന്നാണ്.
ഒരു പരിഹാസത്തിന്റെ വർത്തമാൻ. ഇതാണ് അവർക്ക് നൽകുന്ന ശിക്ഷ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ അസഹനീയമായ, സഹിക്കാൻ കഴിയാത്ത ദാഹം പിടിപെടുമ്പോൾ ആ ദാഹത്തിന്റെ അത്യാർത്തിയോടുകൂടെ ഹമീം കുടിക്കേണ്ടി വരും, അത് നേരിടേണ്ടി വരും. ആ ഭക്ഷണമോ ആ പാനീയമോ ഒന്നും അവരുടെ വിശപ്പിനെയോ അവരുടെ ദാഹത്തിനെയോ മാറ്റാൻ പര്യാപ്തമാകുന്നതല്ല. മറിച്ച് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വിവിധങ്ങളായ ശിക്ഷാ വകുപ്പുകളിൽപ്പെട്ടതായിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്ഹാബുൽ യമീനിൽ ഉൾപ്പെടുവാൻ, അസ്ഹാബുൽ യമീനുകളാകുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാൻ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അസ്ഹാബുൽ ഷിമാലിൽ ഉൾപ്പെടാതിരിക്കുവാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ അസ്ഹാബുൽ ഷിമാലിന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷാമുറകൾ അതൊന്നും അനുഭവിക്കാൻ കരുത്തില്ലാത്തവരാണ് നാം എന്ന കൃത്യമായ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹു അസ്ഹാബുൽ യമീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്ഹാബുൽ ഷിമാലിൽ നിന്ന് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ ശിക്ഷാമുറകളിൽ നിന്ന്, സഖൂം എന്ന ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന്, ഹമീം എന്ന വെള്ളം കുടിക്കുന്നതിൽ നിന്ന് അള്ളാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗ്ഗം വജൂബാക്കുമാറാവട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.